അപ്പോൾ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമുക്കൊപ്പം കുറച്ച് പേർ കൂടിയുണ്ട്. അവരും ഈ പൊങ്കാലയുടെ ഭാഗമാണ്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. നിങ്ങൾ തിരുവനന്തപുരംകാരൻ തന്നെയാണോ? തിരുവനന്തപുരംകാരി തന്നെയാണ്. എല്ലാ വർഷവും ഇങ്ങനെ പൊങ്കാല വർഷവും പൊങ്കാല ഇടാറുണ്ട്. ഇവിടെ തന്നെയാണോ ഇടാറ്? ഇവിടെ പുളിമുടി തന്നെയാണ് പൊങ്കാല ഇടുന്നത് എല്ലാ വർഷവും. എത്ര പേരുണ്ട്? ഞങ്ങൾ ഇവിടെ ഒരുപാട് പേര് പൊങ്കാല പല പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 6 പേരാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്. എന്തൊക്കെയാണ് ദേവിക്ക് നിവേദിക്കുന്നത്? ദേവതിക്ക് നിവേദിക്കാൻ നമ്മൾ തെരളിയുണ്ട്, പിന്നെ പാൽപ്പായസമുണ്ട്, പിന്നെ പായസം ശർക്കര പായസമുണ്ട്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അമയ പ്രസാദ്, അസ്മ, രേവതി. പറയും. അങ്ങനെ നിങ്ങൾ ഇന്ന് ദേവിക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഞാൻ 10 വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്. 2 വർഷം കൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്, വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ വാടക വീടുകൾ മാറും തോറും പൊങ്കാല മാറ്റി മാറ്റി ഇടും. കാരണം ആ വീട്ടിൻ്റെ പരിസരം നോക്കിയിട്ട് ഇനി സ്ഥിരമായിട്ട് ഇവിടെ പൊങ്കാല ഇടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഞാൻ ഇന്നിപ്പോൾ കൊടുക്കുന്നത് ശർക്കര പായസമാണ് വയ്ക്കുന്നത്, തെരളിയുണ്ട്. അപ്പം ഞങ്ങൾ 2 വർഷം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇടുന്നത്. ഞങ്ങളെ കമ്മ്യൂണിറ്റി കുറേ പൊങ്കാല ഇടുന്നുണ്ട്. ആയുർവേദ കോളേജിൻ്റെ അവിടെ, ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ അവിടെ, പഴവങ്ങാടി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ്, പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്, മാനവീയത്തൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ പേര് പൊങ്കാല ഇടുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ്. അതെ, വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങൾ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്നും കൊണ്ട് എനിക്ക് 10 വർഷം കൊണ്ട് പൊങ്കാല ഇടാൻ കഴിഞ്ഞു. കാരണം ഇത് സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുകയാണെങ്കിലും ഞങ്ങൾക്ക് ട്രാൻസ് വുമണ്ണും അതിനോടൊപ്പം തന്നെ നിന്ന് പൊങ്കാല ഇടാൻ കഴിയുന്നുണ്ട്. വലിയ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാരെ കണ്ടിരുന്നു. അതിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം? കഴിഞ്ഞ വർഷം ഇട്ടതിനേക്കാളും ഇപ്പം ഞങ്ങളെ കമ്മ്യൂണിറ്റികൾ കൂടുതൽ പൊങ്കാല ഇടുന്നുണ്ട്. വർഷം ചെല്ലും തോറും ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പിന്നെ ശരിക്കും മൊത്തത്തിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ കാലം നല്ലൊരു വൈബാണ്. എനിക്ക് ഇന്നലെ അമ്പലത്തിൽ പോകാനൊന്നും പറ്റില്ല, പക്ഷേ കഴിഞ്ഞ വർഷമാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റി. ഇന്നലെ അട്ടക്കുളങ്ങര മുതൽ അങ്ങോട്ട് ഫുള്ള് തിരക്കായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോകാനേ പറ്റില്ല. ഭയങ്കര തിരക്കും നല്ല വൈബുമാണ്. അപ്പോൾ ഇവരും ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ ഒത്തൊരുമയുടെ ഒരു പൊങ്കാലയായി ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മാറുന്നുണ്ട്.